വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് ഉഴുന്നെടുത്തത് അത് നമ്മൾ 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരച്ചു. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു നുള്ള് കായം ചേർത്തിട്ടാണ് അരച്ചത് കേട്ടോ. പിന്നെ അരച്ച മാവിലേക്ക് നമ്മൾ 2 സ്പൂണ് അരിപ്പൊടി, പച്ചരിപ്പൊടി ചേർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുരുമുളക് ചതച്ചത്. ചില സമയത്ത് കുരുമുളക് അങ്ങനെ ഇടാറുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ഇടാറുണ്ട്. ഇത് ജസ്റ്റ് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് കുറച്ച് കരിവേപ്പില, കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയാണ് വേണ്ടത്. അപ്പോൾ ചെറിയുള്ളി ഇല്ല, അപ്പം നമ്മളതുകൊണ്ട് നമ്മുടെ സവാളയും ഇഞ്ചിയും എല്ലാം നമ്മൾ ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ഇത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. മാവ് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ സവാള പൊടി ആയിട്ട് അരിഞ്ഞത് ചേർത്തു. പിന്നെ നമ്മൾ കരിവേപ്പില അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്. അപ്പോൾ നമ്മളെല്ലാം ജസ്റ്റ് ആ മാവിലേക്ക് മിക്സ് ചെയ്തു. ഇനി നമ്മളതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഈ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് ഉഴുന്ന് കറക്റ്റ് പാകത്തിന് അരിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കണത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ്സിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ഈ മാവ് അരച്ചത് ഒരു നുള്ള് നമ്മൾ ചേർത്ത് ഇങ്ങനെ ആ വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ ഇടുന്ന സമയത്ത് ആ മാവ് പൊങ്ങിക്കിടക്കണം. പൊങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ആ മാവ് കറക്റ്റാണ്, ഉഴുന്നരിഞ്ഞത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം, അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക് വേണ്ട. നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. ജസ്റ്റ് മാവിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 1-2 hours റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ നോക്കാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ചൂടായ പാനിലേക്ക് നമ്മൾ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നന്നായി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഉഴുന്നുവടയുടെ ഷേപ്പിൽ നമ്മുടെ ഉഴുന്നുവടയുടെ മിക്സ് എടുത്തിട്ട് നന്നായി പരത്തി ഉഴുന്നുവടയുടെ ഷേപ്പിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അത് നോക്കി അതിലിങ്ങനെ തിളച്ച് മറിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഉഴുന്നുവട ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ മാവ് കുറച്ച് കൂടിയപ്പോൾ സൈസ് കൂടിപ്പോയി. അപ്പോൾ അത് വീണ്ടും ടേസ്റ്റ് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവേ ഉപ്പ് കുറവാണ് അപ്പോൾ ഉപയോഗിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ഉപ്പ് മുന്നോട്ട് വേണമെന്നുള്ളതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടാണ് വീണ്ടും ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ നന്നായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉഴുന്നുവട ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കടയിൽ കിട്ടുന്ന അതേ ഭംഗിയിലും അതേ രുചിയിലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നോക്കി അത് ടേസ്റ്റ് ചെയ്ത് നോക്കി, വീട്ടിന് ടേസ്റ്റ് ചെയ്ത് നോക്കണത്. അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ മാവിനനുസരിച്ച് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ്, അതേ ക്രിസ്പിനെസ്സിനോട് കൂടിയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിത് കട്ടൻ ചായയുടെ കൂടെയാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡി. ഉഴുന്നുവടയ്ക്ക് വേണ്ടി അച്ഛനും മോനും അടി കൂടുന്നുണ്ട. വേദുവിനും ഇഷ്ടപ്പെട്ടു ഉഴുന്നുവട. എങ്ങനെയുണ്ട് എൻ്റെ ഉഴുന്നുവട? ഇഷ്ടമായോ? നല്ലതാ? വേദിക്കുട്ടി ഇഷ്ടമായോ കണ്ണ? ഇഷ്ടമില്ലേ? പപ്പ ഉഴുന്നുവട എടുത്ത് കഴിച്ചോ? ഷോ പപ്പ എന്താ പപ്പ ഇങ്ങനെ? ഉഴുന്നുവട ഫാൻസ് ആണ്, ഉഴുന്നുവട ഫാൻസ്. കണ്ണ ഉഴുന്നുവട ഇഷ്ടമായോ കണ്ണ? ഇഷ്ടമായോ കണ്ണ? വേദിക്കുട്ടി ഇഷ്ടമായോ? അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ട്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.